കേരളത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള കൊലപാതകങ്ങളുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാന തെളിവെന്ന് പറയുന്നത് ബാലരാമപുരത്ത് ഒരു കുട്ടിയെ സ്വന്തം അമ്മയോ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലോ തന്നെ കിണറ്റിലെറിഞ്ഞു കൊന്നു എന്നുള്ളതാണ്. ആരാണ് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിയില്ല. കുട്ടിയുടെ അമ്മാവൻ തന്നെ ഈ കുറ്റം ഏറ്റെടുത്തിട്ടുണ്ട്, കൺഫസ് ചെയ്തിട്ടുണ്ട്, തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആദ്യം ചില സംശയങ്ങൾ ഉണ്ടായിരുന്നത് ഈ പെൺകുട്ടിയുടെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആങ്ങളെ കുറ്റമേറ്റെടുത്തതാണോ എന്ന് പറയുന്ന സംശയം ഉണ്ടായിരുന്നു. ഈ കുട്ടിക്കൊരിക്കലും തനിച്ച് ആ കിണറ്റിലേക്ക് പോകാൻ കഴിയില്ല, കാരണം അതിൻ്റെ ഭിത്തി നല്ല പൊക്കമുള്ളതാണ്. അപ്പോൾ ആരോ സഹായിച്ചിട്ട് ഭാഗത്തേക്ക് ചാടിയതാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആരോ എടുത്ത് എറിഞ്ഞതാണ് എന്ന് പറയുന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടിയെ എന്തായാലും കൊന്നതാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയിരിക്കുന്നു. കാരണം അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയം ഉണ്ടായിരുന്നു. 2.5 വയസ്സുള്ള കുഞ്ഞ് എന്തായാലും ആത്മഹത്യ ചെയ്യാനുള്ള വഴിയില്ല, അപ്പോൾ കൊലപാതകമാണോ എന്ന് ഉറപ്പിച്ചിരിക്കുന്നു. പക്ഷെ അതിൻ്റെ അമ്മയും വീട്ടുകാരും ഒക്കെ തന്നെ വലിയ സംശയത്തിൻ്റെ നിഴലിലാണ്. അമ്മാവനിപ്പോൾ താൽക്കാലികമായി കുറ്റമേറ്റിട്ടുണ്ട്. ഈ കുറ്റമേറ്റതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു ജ്യോതിഷിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ജ്യോതിഷി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്ന, കുറച്ച് കാശടിച്ചു മാറ്റുന്ന ഒരാളാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഈ പെൺകുട്ടിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന്, ഈ മരിച്ചുപോയ കുട്ടിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് 30 ലക്ഷം രൂപ അവർ അടിച്ചു മാറ്റിയിട്ടുണ്ട്. 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇയാൾക്ക് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. കൂടാതെ അവർ വലിയ തോതിലുള്ള ഒരു ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. നേരത്തേക്ക് അവർ കുറെ കൂടി നാട്ടുകാരുമായിട്ടൊക്കെ ഇടപഴകി ജീവിച്ചതാണെങ്കിൽ പിന്നീട് ഏതാണ്ട് 1/2 കോടിയോളം രൂപ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടം വാങ്ങിക്കുകയും അതിലേതാണ്ട് 30 ലക്ഷം രൂപ ഇയാൾ അടിച്ചു മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ജ്യോതിഷി എന്ന് പറയുന്ന ഒരാൾ, അയാൾ ആദ്യമേ തന്നെ ഈ മുട്ടസ്വാമി എന്ന് പറയുന്നത്, അയാൾ അറിയപ്പെടുന്നത് മുട്ടസ്വാമി എന്നാണ്. അതിൻ്റെ കാരണം അയാൾക്ക് മുട്ടക്കച്ചവടമായിരുന്നു ആദ്യം. ആ ബിസിനസ് സംരംഭം വിജയിച്ചില്ല. പക്ഷെ അതിനുശേഷം അദ്ദേഹം കാതികനായി തിളങ്ങാൻ നോക്കി, അതിലും വിജയിച്ചില്ല. സാംബശിവനെയൊക്കെ പോലെ ആകാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം, പക്ഷെ അതിൽ വിജയിച്ചില്ല. പിന്നീട് അദ്ദേഹം ഒരു ട്യൂട്ടോറിയൽ അധ്യാപകനായി, അതിലും പക്ഷെ വിജയിച്ചില്ല. പക്ഷെ ഈ പരിപാടിയിലാണ് വിജയിച്ചത്, ജ്യോതിഷം. കേരളത്തിൻ്റെ ഇപ്പോഴുള്ള പുതിയ നവോത്ഥാന കാലം അനുസരിച്ച് നമ്മൾ പുറകോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാ അന്ധവിശ്വാസങ്ങളെയും എല്ലാ ഇതുപോലെയുള്ള വെളിവില്ലായ്മകളെയും എടുത്ത് തലയിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ബിസിനസ്സായി അദ്ദേഹം വളർന്നു. അദ്ദേഹം ജ്യോതിഷ ശിരോമണിയൊക്കെ ആയി മാറി. അങ്ങനെ അദ്ദേഹം വലിയ തോതിൽ അത്യാവശ്യം സമ്പന്നനായി, പ്രശസ്തിയൊക്കെയുള്ള ഒരാളായി മാറി. അപ്പൊ ഇതാണ് ഈ ജ്യോതിഷിയുടെ കഥ. മറ്റേ കേസിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം ആ കേസ് എന്ന് പറയുന്നത് ഇപ്പോഴും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നിരവധി കാരണങ്ങൾ പുറത്തു വരാനുണ്ട്. പക്ഷേ ഇത് ഏതാണ്ട് ഒരു അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകമാണോ എന്നുള്ള ഒരു സംശയം ഇപ്പം നിലനിൽക്കുന്നുണ്ട്. കുട്ടി ജനിച്ചതിന് ശേഷം വലിയ നഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടുകാരങ്ങനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ കുട്ടിയുടെ കരച്ചിൽ അസഹനീയമായിരുന്നു, അതുകൊണ്ട് ഞാൻ കൊന്നു എന്നൊക്കെയാണ് അമ്മാവൻ പറഞ്ഞിട്ടുള്ളത്. ഇതിലൊക്കെ ഇനിയും വ്യക്തത വരാനുണ്ട്. വലിയ തോതിലുള്ള ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമ്മാവന് മാനസികമായ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന സൂചനകളൊക്കെയാണ് പോലീസ് നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന നമ്മുടെ അടുപ്പൂട്ടി ചർച്ചയുണ്ടല്ലോ മീഡിയ വണ്ണിൻ്റെ, അത് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ കൊലപാതകങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അജിംസും അതുപോലെ തന്നെ ദാവീദും ഒക്കെ പോലെയുള്ള ആളുകൾ ഇരുന്ന് പറയുന്നുണ്ട്. അവർ അരുണാചൽ പ്രദേശിൽ ഒരു ഡോക്ടറും അതുപോലെ തന്നെ 2 യുവതികളും ചേർന്ന് അവിടെ ചെന്ന് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി നടത്തിയ സ്വയം ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് തന്നെ നമുക്കറിയാലോ, ശരീരമൊക്കെ ആകെ പീഡിപ്പിച്ച് രക്തം വാർന്നൊലിച്ച് അവർ മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ കേരളത്തിൽ കൂടുകയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇലന്തൂർ എല്ലാം നടന്നിട്ടുള്ള നരബലിയെ കുറിച്ച് അജിംസ് വ്യാകുലപ്പെടുന്നുണ്ട്. ഇതുമൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അജിംസൊക്കെ പറയാത്ത, ഈ ദാവീദുമൊക്കെ പറയാത്തൊരു കാര്യമുണ്ട്. കേരളത്തിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റാണ്, അന്ധവിശ്വാസം കൂടുകയാണ്. പക്ഷെ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സിറിയയിൽ പോയി പൊട്ടിത്തെറിക്കാൻ ആളുകൾ പോയിട്ടുള്ളത്. ISIS പോയിട്ടുണ്ടെങ്കിൽ എന്തോ ഗുണം കിട്ടുമെന്ന് വിചാരിച്ച് സ്വർഗത്തിൽ പോകാം, അവിടെ ഹൂറികളെ കിട്ടും, അവിടെ വലിയ തോതിലുള്ള മദ്യം കിട്ടുമെന്നൊക്കെ വിചാരിച്ച് ആളുകൾ പോയി പൊട്ടിത്തെറിക്കുന്നതും മറ്റുള്ളവരെ കൊല്ലുന്നതും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ്. അതിനുള്ള ആരാധകരുടെ നമ്പറൊക്കെ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്പർ കൂട്ടാൻ വേണ്ടി നിങ്ങളടക്കമുള്ള ആളുകൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അജിംസും ദാവീദും ഒന്നും മറന്നു പോകരുത്. ഇതാണ് എനിക്ക് അവരെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ പറയുന്നത് ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യൻസ്, ഇത്തരം വിഭാഗങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു അസംബന്ധ നാടകങ്ങളുള്ള
ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളീയ സമൂഹം പിന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ശ്രീനാരായണ ഗുരുവും അതുപോലെയുള്ള ആളുകളുമൊക്കെ ഇളക്കി മറിച്ച് വലിയ തോതിൽ നവോത്ഥാനമുണ്ടായി. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ തിരിഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രോഗശാന്തി ശുശ്രൂഷകളൊക്കെ തന്നെ ഉണ്ടാവുന്നത്. കണ്ണില്ലാത്തവൻ എന്ത് ചെയ്തു, കണ്ണ് കാഴ്ച കിട്ടിയെന്നും മറ്റേ ഇതുവരെ നടക്കാത്തയാൾ പെട്ടെന്നൊരു പ്രാർത്ഥനയോടുകൂടി എഴുന്നേറ്റ് നടന്നുവെന്നും തുള്ളിച്ചാടുന്ന രംഗങ്ങളൊക്കെയുള്ള പല കോമഡികളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായി നിരവധി സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ ജീവിതം തുലയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചില കൊലപാതകങ്ങൾ നടക്കുന്നത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പൊ ഗോപൻ എന്ന് പറയുന്ന നേരത്തെ ഉള്ള ഒരു ചുവട്ടുതൊഴിലാളി സമാധിയായതും കേരളത്തിൽ എങ്ങനെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായതും എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന നമ്മുടെ മുട്ടസ്വാമിയും അടക്കം അദ്ദേഹം സംഘപരിവാറിന്റെ ആളുകളായിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ അജിംസും അതുപോലെ ദാവീദും ഒക്കെ പറയുന്നത്. എനിക്കറിയില്ല. അദ്ദേഹം RSS കാരനായിരുന്നു, ശാഖയിൽ പോയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതുപോലെ അതൊക്കെ അജിംസ് പറയുന്നത് കറക്റ്റ് ആയിരിക്കാം. പക്ഷെ അജിംസെ മറ്റേ കാര്യങ്ങൾ കൂടി ഉറക്കെ ഓർക്കുന്നത് നന്നായിരിക്കും. ഈ സിറിയയിൽ പോയി പൊട്ടിത്തെറിക്കാരും അഫ്ഗാനിസ്ഥാനിലെ താലിബാനോട് അനുഭാവമുള്ളവരൊക്കെ ഇവിടെ ഉണ്ടാകുന്നത് ഇതുപോലെയുള്ള പല പല അന്ധവിശ്വാസങ്ങളുടെ പേരിലാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഇതൊക്കെ കൃത്യമായി പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഇതിൽ ഗവൺമെന്റ് അടിയന്തരമായി ചെയ്യേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് അന്ധവിശ്വാസങ്ങളെ നിരോധിക്കുന്ന ഒരു ബിൽ 2014 10 കൊല്ലങ്ങൾക്ക് മുമ്പ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായപ്പോൾ അവതരിപ്പിച്ചിരുന്നു. അന്ന് അവതരിപ്പിച്ചിരുന്നപ്പോൾ ഹേമചന്ദ്രൻ എന്ന് പറയുന്ന അന്നത്തെ ADGP ആണ് അതിന്റെ കരട് ഉണ്ടാക്കിയിരുന്നത്. അദ്ദേഹം അത് അവതരിപ്പിച്ചു. പക്ഷെ പിന്നീട് അതെടുത്ത് കോൾഡ് സ്റ്റോറേജിൽ വെക്കുകയാണ് ചെയ്തത്, വിദഗ്ധരുമായി ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിനേക്കാളൊക്കെ കുറെ കൂടി ശക്തമായിട്ടുള്ള ഒരു ബില്ല് എറണാകുളത്തെ MLA ആയിട്ടുള്ള, തൃക്കാക്കരയിൽ എൻ്റെ MLA ആയിട്ടുള്ള PT തോമസ് അവതരിപ്പിച്ചിരുന്നു അന്ന്. ആ PT തോമസ് അവതരിപ്പിച്ച ബില്ല് എന്ന് പറയുന്നത് അത് നേരത്തെ പറഞ്ഞ പോലെ അവതരിപ്പണാനുമതി അത് അവതരിപ്പിച്ചപ്പോൾ അത് പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് AC മൊയ്തീൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകി. പക്ഷേ ശ്രീരാമകൃഷ്ണൻ അന്ന് സ്പീക്കറൊക്കെ ഇടപെട്ട് അതിന് പരിഗണിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ പിന്നീടൊന്നും പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് 2019 ജസ്റ്റിസ് KT തോമസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന നിയമ പരിഷ്കരണ കമ്മീഷൻ ഇതുപോലെയുള്ള ചില ശുപാർശകൾ ഗവൺമെന്റിന് കൊടുത്തു. പക്ഷെ അതും പരിഗണിക്കപ്പെട്ടില്ല. പിന്നീട് നമുക്കറിയാം ആലത്തൂരിലെ MLA ആയിട്ടുള്ള KD പ്രസേനൻ അദ്ദേഹവും ഇതുപോലൊരു ബില്ല് കൊണ്ടുവന്നു. ഈ ബില്ലൊക്കെ കൊണ്ടുവന്നിട്ടും ഇതൊന്നും പരിഗണിക്കപ്പെടാത്തതിന്റെ കാരണം കേരളീയ സമൂഹം, ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളിൽ പറഞ്ഞതാണ്, തിരിച്ചു നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ നവോത്ഥാന മനസ്സും പരിഷ്കരണവും ശാസ്ത്രീയമായിട്ടുള്ള യുക്തിബോധവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് പകരം നമ്മൾ ഇതുപോലെ വിശ്വാസങ്ങളിലേക്കും കൂടി വന്നിട്ടുണ്ടെങ്കിൽ അന്ധവിശ്വാസങ്ങളിലേക്കുമൊക്കെ നമ്മുടെ സമൂഹം തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ബില്ല് കൊണ്ടുവരാമെന്നാൽ ആൾദൈവങ്ങളുടെ കാര്യത്തിൽ, രോഗശാന്തി ശുശ്രൂഷകളുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ മറ്റു പല ചില വിചിത്രമായിട്ടുള്ള കുട്ടികളെ ഉപയോഗിച്ചും അല്ലാതെയും ഒക്കെ നടക്കുന്ന ചില ആചാരങ്ങളുടെ കാര്യത്തിലൊക്കെ തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇത്തരത്തിൽ ജ്യോതിഷമുള്ള ആളുകൾ മാത്രമല്ല അതിലൊക്കെ വിശ്വസിക്കുന്ന മഹാഭൂരിപക്ഷം പേരുടെ അടുത്തുനിന്നും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസും അതുപോലെ CPM-ഉം പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്തരത്തിൽ നിലപാടുകൾ എടുക്കാത്തത്. അതുകൊണ്ടാണ് ഈ ബില്ലുകളൊക്കെ കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയുകയാണ്, കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അവർക്കെല്ലാം അധികാരം മതി, അതുകൊണ്ടാണ് അവർ ജനങ്ങളെ പേടിക്കുന്നത്, ജനങ്ങൾക്കൊപ്പം നിന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ നേരത്തെ CPM-ഉം അതുപോലെ കോൺഗ്രസും ഒക്കെയുള്ള പാർട്ടികളടക്കം വളർന്നത് ആ നിലവിലുള്ള സാഹചര്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ്. ഇപ്പൊ രാജാറാം മോഹൻ റോയ് സതി നിർത്തലാക്കിയത് എങ്ങനെയാന്ന് വെച്ചാൽ സതി നിർത്തലാക്കിയിട്ട് പോലും അതിനനുകൂലമായി സ്ത്രീകളടക്കം നിലപാടെടുത്തിരുന്നു. പക്ഷെ അദ്ദേഹമൊക്കെ വലിയ തോതിലുള്ള ഈ പറയുന്ന പോലെ ചരിത്രം രേഖപ്പെടുത്തിയ മനുഷ്യരാകുന്നത് അദ്ദേഹം അതിനെതിരെ നിലപാടെടുത്തുകൊണ്ടാണ്. അതുപോലെ ട്രിപ്പിൾ തലാഖ് നിർത്തലാക്കിയ മോദി തീർച്ചയായും ചരിത്രത്തിൽ ആ ഒരു കാരണം കൊണ്ട് വലുതായി ഓർമ്മിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ നിലപാടുകൾ എടുക്കാതെ താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് ഈ അന്ധവിശ്വാസത്തിന്റെ ബില്ലെടുത്ത് കോൾഡ് സ്റ്റോറേജിൽ വെക്കുന്നത് നിങ്ങൾ കേരളത്തോട് ചെയ്യുന്ന വലിയ അനീതിയാണ് എന്നാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമതായിട്ട് ചില മാധ്യമ പ്രവർത്തകരൊക്കെ ഇരുന്ന് ഇതിനെതിരെ ഘോരഘോരം സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ശബരിമലയിലെ ഉത്സവങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന തൃശ്ശൂർ പൂരങ്ങൾ, ഇതുപോലെ ഏതെങ്കിലും പള്ളിയിലെ ഉറൂസും ചന്ദനക്കുടവും അടക്കമുള്ള അല്ലെങ്കിൽ പള്ളിയിലെ പെരുന്നാൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ
എങ്ങനെയാണ് നമ്മുടെ മാധ്യമ സ്പേസുകളിൽ ഇപ്പോൾ ഒരു 20-23% വളർന്നിട്ടുള്ളത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെക്കാൾ കൂടുതലായി എന്നുള്ളത് നമ്മുടെ മാധ്യമങ്ങളടക്കം ചിന്തിക്കുന്നത് നല്ലതാണ്. അതിനൊക്കെ വളക്കൂറുള്ള ഒരു മണ്ണ് കേരളത്തിലുണ്ട്. അതുകൊണ്ട് വ്യൂവർഷിപ്പ് കിട്ടാനും ആളുകളെ കുറച്ചുകൂടി പിടിക്കാനും ഒക്കെ ഇത് സഹായകരമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ പരിപാടിയുമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ മുന്നോട്ട് പോകുന്നത്. സോഷ്യൽ മീഡിയയുടെ ഒന്നും കാര്യം ഞാൻ പറയേണ്ടതില്ല, അതൊക്കെ പിന്നെ ഈ ചുവട് പിടിച്ച് തന്നെ മുന്നോട്ട് പോകും. കാരണം അവരെ സംബന്ധിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വളരെ വലുതാണ്. അതുകൊണ്ട് അവരിതുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ മുന്നോട്ട് പോയത് കൊണ്ടാണ് ശബരിമലയുടെ കാര്യത്തിൽ പോലും സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് നിലപാടുണ്ടായിരുന്ന RSSും BJPയും കോൺഗ്രസും CPMും പോലെയുള്ള ആളുകളിൽ മഹാഭൂരിപക്ഷം, അതായത് കോൺഗ്രസും RSSും BJPയും എല്ലാം തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് മലക്കം പറഞ്ഞതും ഇതിനെതിരെ അല്ലെങ്കിൽ സ്ത്രീകളെ കയറ്റണമെന്ന് അനുകൂലമായ നിലപാടെടുത്തിട്ടുള്ള ചാനലുകൾ ഒറ്റപ്പെട്ടു പോയതും ആ സമയത്ത് ജനം TVക്ക് വലിയ വളർച്ച ഉണ്ടായതും ഒക്കെ ഓർക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഇടപെട്ടില്ലെങ്കിൽ വലിയ ദുരന്തമാണ് നമ്മുടെ കേരളത്തിൽ വരാനിരിക്കുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കും.